ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എവർലാസ്റ്റിംഗ് കിങ്ഡം എന്ന പ്ലാറ്റ്ഫോമിൽ ഇന്ന് രാത്രികാലം ദൈവവചനം ശുശ്രൂഷിപ്പാൻ ദൈവം തന്നിരിക്കുന്ന ഈ വിലയേറിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പ്രിയ ബ്രദർ ഷൈമോൻ തങ്കച്ചൻ ആൻഡ് ഫാമിലിക്ക്, അതുപോലെയുള്ള കർത്താവിൻ്റെ അഭിഷിക്തന്മാർ ഇതിനകത്തുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റ് അനേകം കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ വൈകുന്നേര സമയം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. ഈ രാത്രിയുടെ യാമത്തിലും കർത്താവിൻ്റെ കരം നമുക്ക് അനുകൂലമായിട്ടുണ്ട്. ദൈവം അനുകൂലമായിരിക്കുമ്പോൾ പ്രതികൂലം ആർ. ദൈവമക്കൾക്ക് അനുകൂലമായി, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ജോലി കഴിഞ്ഞതിന് ശേഷം ഇപ്രകാരം ഒരുമിച്ച് കൂടുവാൻ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നിയോഗത്തെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. എവിടെയെല്ലാം ദൈവമക്കൾ ഒരുമിച്ച് കൂടി കർത്താവിനോട് അപേക്ഷിക്കുമോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ കരം ചലിച്ചു കൊണ്ടിരിക്കും. നാം ചലിക്കുന്നവരായിരിക്കട്ടെ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ ചലിക്കുന്നവരായിരിക്കട്ടെ. പത്രോസ് ഹല്ലേലൂയ കൂട്ടരും വല വീശുന്നത്, പത്രോസും അന്ത്രയോസൊക്കെ കടലിൽ വല വീശുന്നത് കണ്ടിട്ടാണ് കർത്താവ് അവരെ വിളിച്ചത്. അവർ ചലിക്കുന്നവരായിരുന്നു, വെറുതെ ടയേർഡായിട്ടിരിക്കുന്ന ആൾക്കാരല്ല. ഹാർഡ് വർക്ക് ചെയ്യുന്നവരെയാണ് ദൈവത്തിന് എപ്പോഴും ഉപയോഗിക്കാൻ ഇഷ്ടം. അതുപോലെ നമുക്ക് എസ്കേലിൻ്റെ പ്രവചനം 47-ാം അധ്യായത്തിൽ ഒരു നദി ആ ആലയത്തിൽ നിന്ന് ഒഴുകി ചാവ് കടലിൽ ചലിക്കുന്ന ആ പ്രാണികളുടെ മേൽ അത് ചെന്ന് വീഴുമ്പോൾ ജീവൻ പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഈ രാത്രിയുടെ യാമത്തിൽ കർത്താവിന് വേണ്ടി ചലിക്കുവാൻ തയ്യാറാകുന്ന സകലരെയും കർത്താവ് പ്രയോജനപ്പെടുത്തും. നിങ്ങളുടെ ഹൃദയത്തിലെ ഭാരം എന്ത് തന്നെ ആയാലും ഇന്ന് രാത്രികാലം ഈ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. പ്രാർത്ഥനയ്ക്കാണ് ശക്തിയുള്ളത്. നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഒരു ചേഞ്ചും നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയത്തില്ല. ഏലിയാവ് വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ ഏലിയാവിനെ കുറിച്ച് പറയും. നമ്മൾ ഏലിയാവിനെ പോലെ പ്രാർത്ഥിക്കണം. ഏലിയാവ് നമ്മെപ്പോലെയുള്ള ഒരു സമസ്വഭാവമുള്ള മനുഷ്യൻ, പക്ഷെ പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷിക്തനായിരുന്നു. ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷിക്തനാണോ, പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷിക്തയാണോ നിങ്ങൾ? ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കും. സീസൺസ് ഗോയിങ് ടു ചേഞ്ച്. ഏലിയാവ് അടഞ്ഞുകിടന്ന ആകാശം തുറക്കപ്പെടേണ്ടതിന് വീണ്ടും പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിലാണ് ദൈവം അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ തുറക്കുന്നത്. ചില നാളുകളായി അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ ഓർത്ത് ഭാരപ്പെടുന്ന ചില പ്രിയപ്പെട്ടവർ ഇന്ന് ഇതിനകത്ത് ഈ പ്രോഗ്രാം വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് പറയാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിച്ചാട്ട്. പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ അസാധാരണമായ ഹല്ലേലൂയ സ്തോത്രം ഇടപെടലുകൾ നമുക്ക് കാണുവാൻ കഴിയും. മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥകളിൽ ഒരു നീക്കുപോക്ക് കൽപ്പിക്കാൻ ദൈവത്തിന് കഴിയും. മുന്നോട്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല, എൻ്റെ എല്ലാ സാഹചര്യങ്ങളും ബ്ലോക്കായി നിൽക്കുന്നു, ഒരു അനുകൂലമായ സീസണിലല്ല ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന ആരെങ്കിലും ഇന്ന് രാത്രികാലം ഈ പ്രോഗ്രാം വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥിച്ചാട്ട്. ഇരമ്യാവ് 33:3 പറയുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. പ്രാർത്ഥിക്കുന്നവനെ ദൈവം അറിയിക്കും. പ്രാർത്ഥിക്കുന്നവനോട് ദൈവത്തിന് ഹല്ലേലൂയ സ്തോത്രം ഒരു ഉത്തരവാദിത്വമുണ്ട്, ഒരു വിശ്വസ്തതയുണ്ട്. പ്രാർത്ഥിക്കുന്ന ആരെങ്കിലുമുണ്ട്. ഒരു പ്രാർത്ഥനയ്ക്കാണ് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. വെറുതെ ഒരു സുവിശേഷ മഹായോഗം നടക്കുന്നതിനേക്കാൾ
ചലനങ്ങൾ ഇന്ന് രാത്രികാലം എവർലാസ്റ്റിംഗ് കിങ്ഡം എന്ന ഈ പ്ലാറ്റ്ഫോമിന് ഉണ്ടാക്കുവാൻ കഴിയും. പ്രാർത്ഥിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൻ്റെ അന്തരീക്ഷം മാറും. പ്രാർത്ഥിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിനകത്താണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രികാലം യു ആർ ഗോയിങ് ടു ഹീൽ. നിങ്ങളിപ്പോൾ സൗഖ്യമാകും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഭാരങ്ങളും പ്രയാസങ്ങളും നിങ്ങളെ വിട്ട് മാറുവാൻ ഇടയാകും. യിരെമ്യാവിന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. രണ്ടാമത് താൻ കാവൽപ്പുര മുറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, മകനെ, എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ഇന്ന് രാത്രികാലം ഇഫ് യു ആർ പ്രേയിങ്, ഗോഡ് ഈസ് ഗോയിങ് ടു ഗിവൺ യു ആൻസേഴ്സ്. നിങ്ങൾ ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവത്തിന് മറുപടി തരാൻ പറ്റും. ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ വിഷയത്തിന് മറുപടി തരാൻ പറ്റാത്തത് എന്ത് എന്നും പറഞ്ഞു തരാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ടാണ് യിരെമ്യാവിനോട് പറഞ്ഞത്, എന്നെ വിളിച്ചപേക്ഷിക്കുക. സങ്കീർത്തനം 91:15 ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാമോ? എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. സാന്നിധ്യം അനുഭവിക്കുന്ന അത്യുന്നതന്റെ മറവിൽ, സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ വിശ്വസിക്കുന്ന, പാർക്കുന്ന, ആ സാന്നിധ്യം അനുഭവിക്കുന്ന ആരെങ്കിലും ആണോ നിങ്ങൾ? ഇന്ന് രാത്രികാലം നിങ്ങൾ മിണ്ടാതെ ഇരിക്കരുത്. വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നിങ്ങളുടെ ചില വിഷയങ്ങൾക്ക് ഉത്തരമരുളുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. വിശ്വാസികൾ എന്ന് പറയുന്ന പല പ്രിയപ്പെട്ടവരും പലപ്പോഴും ക്ഷീണത്തോടെ, പ്രയാസത്തോടെ മൗനമായിട്ടിരിക്കാൻ ഇഷ്ടപ്പെടും. നമ്മൾ എപ്പോഴും ഇമോഷണൽ ആകാൻ ശ്രമിക്കാറുണ്ട്. നമ്മുടെ ഇമോഷണൽ അല്ല ദൈവം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളുന്നത് ദൈവം വലിയവനെന്ന് ഹല്ലേലൂയ സ്തോത്രം മറുപടി തന്നുകൊണ്ടാണ് ദൈവം നമുക്ക് ഉത്തരമരുളാൻ പോകുന്നത്. 145 സങ്കീർത്തനം അതിൻ്റെ 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു, അവന്റെ മഹിമ അഗോചരമത്രേ. യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകും. ദൈവം വലിയവനാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം വലിയവനായിരിക്കും. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം വലിയവനായിരിക്കും. പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിക്ക് ദൈവം വലിയവനായിരിക്കും. ദൈവം വലിയവനെന്ന് ലോകത്തിൽ തെളിയിക്കേണ്ട ആവശ്യകതയില്ല. പക്ഷെ ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ, ഒരു കരഞ്ഞ് വിളിച്ചപേക്ഷിക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ ദൈവം റിവീലാകും. അവൻ ഉത്തരമരുളുവാനായി അവൻ വലിയവനായി വെളിപ്പെടാതെ ഇരിക്കത്തില്ല. ഇന്ന് രാത്രികാലം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ദൈവം നിങ്ങൾക്ക് മഹത്തരവും അഗോചരവുമായ കാര്യങ്ങളെ അറിയിച്ചു തരും. അബ്രഹാമിന് ഹല്ലേലൂയ സ്തോത്രം കാര്യങ്ങൾ, ലോത്തിന് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയിച്ചു കൊടുത്തു. അതുകൊണ്ട് പ്രാർത്ഥനയിൽ തന്നെ ലോത്തിന്റെ വിടുതലിനായിട്ട് അബ്രഹാമിന് വീണ്ടും പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞു. ഒരു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് വലിയ കാര്യങ്ങൾ നിങ്ങളുടെ കരത്തിൽ ദൈവം ഏൽപ്പിക്കും. അനേകരുടെ വിടുതൽ പ്രാർത്ഥിക്കുന്നവരുടെ കരത്തിലാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന ഒരു ഭവനത്തിലാണോ ഹല്ലേലൂയ സ്തോത്രം നിങ്ങൾ താമസിക്കുന്നത്? നിങ്ങളുടെ ഭവനത്തെ ദൈവം മാനിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ദൈവം വലിയവനായി നിങ്ങളുടെ ഭവനത്തിൽ കൂടെയിരിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരുകളെ ഒക്കെ ടൈം ടു ടൈം, ഒരുപക്ഷെ നിങ്ങൾ എൻ്റെ മകൻ്റെ ഭാവി എന്തായി തീരും,
എൻ്റെ മകളുടെ ഭാവി എന്തായി തീരും, എൻ്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥയ്ക്ക് എന്തായി തീരും എന്ന് ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഹല്ലേലൂയ സ്തോത്രം കാര്യങ്ങൾ പോലും ദൈവം തക്ക സമയത്ത് ഹല്ലേലൂയ മാനിച്ച് നടത്തുവാൻ തക്കവണ്ണം ദൈവം ഇടയാകും. ഈ യിരെമ്യാവ് 33 തന്നെ ദൈവം യിരെമ്യാവിനോട് പറഞ്ഞു, ആറാം വാക്യത്തിൽ പറയുന്നു, ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും ഇസ്രായേലിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും. ദൈവജനത്തിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും. യെസ്, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലുണ്ട് എങ്കിൽ ദൈവജനത്തിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും. ആർക്കു വേണ്ടിയാണോ ഇന്ന് രാത്രികാലം നിങ്ങൾ കരയുന്നത്, അവരുടെ അവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കും. ജിൻസി ഷൈമോൻ സിസ്റ്ററോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്, അവരുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ പോകും. നിന്റെ തലമുറയ്ക്കകത്ത് കിടക്കുന്ന ചില വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടലുകൾ നീ കാണാൻ പോകും. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതാ ഞാൻ രോഗശാന്തിയും പ്രാർത്ഥിക്കുന്ന യിരെമ്യാവിനോട് പറയുകയാണ്, വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമല്ല. അത് മാത്രമല്ല, രോഗശാന്തിയും ആരോഗ്യം വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. പ്രാർത്ഥനയിൽ സകലതും വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം വലിയവനായിരിക്കും. ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. പ്രാർത്ഥിക്കുന്നവരോട് ദൈവത്തിനൊരു വിശ്വസ്തതയുണ്ട്. ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് ദൈവത്തിന് ഒരു വിശ്വസ്തതയുണ്ട്. പല സമയങ്ങളിലും ഒരു സഭ നടത്തുന്ന ഒരു ശുശ്രൂഷകനായതുകൊണ്ട് ചിലരുടെ വിഷയങ്ങളിൽ ദൈവം മറുപടി കൊടുക്കുമ്പോൾ, ചിലരുടെ വിഷയങ്ങളിൽ ദൈവം മറുപടി ചിലപ്പോൾ തരാതെ ഇരിക്കാറുണ്ട്. എന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് പ്രാർത്ഥിച്ച വിഷയമാണെങ്കിൽ എന്തുകൊണ്ട് ആ വിഷയത്തിന് മറുപടി തന്നില്ല എന്നും ദൈവം വ്യക്തമായിട്ട് ആ വിഷയത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കാറുണ്ട്. ആ വ്യക്തിയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പിന്നീട് പറഞ്ഞു തരാറുണ്ട്. ഇന്ന് രാത്രികാലം നിങ്ങൾ പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. പ്രാർത്ഥിക്കുന്ന ഏലിയാവിനെ പോലെ പ്രാർത്ഥിക്കണം. അനോയിന്റഡ് സർവൻസ് ആയിരിക്കണം. നിങ്ങൾ അഭിഷേകമുള്ളവരായിരിക്കണം. അഭിഷേകത്തിൻ്റെ ശക്തിയാൽ നിറഞ്ഞവരായിരിക്കണം. നിങ്ങളുടെ സീസൺ മാറും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സീസൺ മാറും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ചില ആത്മപകർച്ചകൾ ദൈവം അയക്കും. പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കരച്ചിൽ ദൈവം തുടയ്ക്കും. ആരാണോ വിളിച്ചപേക്ഷിക്കുന്നത്, കരയുന്നത്, ഇന്ന് രാത്രികാലം ഹല്ലേലൂയ സ്തോത്രം, നിങ്ങളുടെ കരച്ചിലിനെ ദൈവം തുടയ്ക്കും. യോബിന്റെ പുസ്തകം 5:9 പറയുന്നു, പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം അവിടെ പറയുന്നു. യോബ് 5:9 വായിക്കാമോ? മത്തായി 7:7 യേശു കർത്താവ് ഇത് തന്നെയാണ് പറയുന്നത്. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ എന്നാൽ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ തുറക്കും. ദൈവത്തോട് ക്ലോസർ ആയിട്ടിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന വ്യക്തി ദൈവവുമായിട്ട് വളരെ അടുത്തിരിക്കുന്നു. യേശു കർത്താവ് പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം കൊടുത്തു. ഈ പ്ലാറ്റ്ഫോം നിങ്ങൾ വളരെ പ്രാധാന്യം കൊടുക്കുമെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിലൂടെ അനേകരുടെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാകും. അനേകം രോഗികൾ സൗഖ്യമാകും. അനേകരുടെ ജീവിതത്തിൻ്റെ ഗതിയെ ദൈവം മാറ്റും. ഈ പ്രാർത്ഥനയിലൂടെ അനേകരുടെ ജീവിതത്തിൻ്റെ ഗതിയെ മാറ്റും. ചില ചലനങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും.
നിങ്ങൾ പ്രാർത്ഥിച്ച് എറിയുന്ന ഓരോ വിഷയത്തിലും ചില നാളുകൾ കഴിയുമ്പോൾ അതിൻ്റെ മറുപടികൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നഷ്ടപ്പെട്ടു പോയ ചില ജീവിതങ്ങളെ ഹല്ലേലൂയ സ്തോത്രം ദൈവം വിടുവിച്ച് കൊണ്ടുവരും. നഷ്ടപ്പെട്ടു പോയ ചില നന്മകൾ ഹല്ലേലൂയ സ്തോത്രം ദൈവം മടക്കിത്തരും. പ്രാർത്ഥിക്കുന്നവരെ ദൈവം ബോൾഡാക്കി തീർക്കും. പ്രാർത്ഥിക്കുന്നവൻ ബോൾഡാണ്. പ്രാർത്ഥിക്കുന്നവൻ ലജ്ജിക്കുന്നില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഐ ആം നോട്ട് അഷെയിംഡ് ടു പ്രീച്ച് ഗോസ്പൽ. സുവിശേഷം അറിയിക്കുന്നതിൽ എനിക്ക് ലജ്ജയില്ല. അത് ദൈവശക്തിയാകുന്നു. പ്രാർത്ഥിക്കുന്ന പൗലോസിന് ദൈവശക്തിയെക്കുറിച്ച് ആഴമായിട്ട് അറിയാമായിരുന്നു. മിഷണറി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിലും 6 മാസം 4 മാസം പ്രാർത്ഥിച്ചിട്ടാണ് കടന്നു ചെല്ലുന്നത്. 2 വർഷം ഞങ്ങളെ പഞ്ചാബിൽ കടക്കാൻ പറ്റാതെ വളരെ തടസ്സങ്ങളിട്ട് പോരാടിയ ഒരു സമയമായിരുന്നു 26-ന്റെ ആരംഭം. എന്നാൽ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം തുറന്ന ഡോർ ശത്രുവിന് അടയ്ക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ 2 വർഷത്തിന് ശേഷം ഇപ്പോൾ പഞ്ചാബിൽ പോകുമ്പോൾ 26 സ്നാനം ദൈവം ഹല്ലേലൂയ സ്തോത്രം ഒരുക്കിയിരുന്നു. നമ്മുടെ മിഷണറിമാരുടെ കരത്തിൽ ദൈവം ആത്മാക്കളെ ഏൽപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥനയുണ്ടോ, ശുശ്രൂഷയ്ക്ക് വിജയമുണ്ട്. പ്രാർത്ഥനയുണ്ടോ, എന്നെ ശുശ്രൂഷയിലേക്ക് ഇറക്കുമ്പോൾ ആദ്യത്തെ അസൈൻമെന്റ് 8 മണിക്കൂർ പ്രാർത്ഥിക്കണം. ഒരു വേൾഡ് മാപ്പ് എൻ്റെ കയ്യിൽ തന്നിട്ട് ഈ വേൾഡ് മാപ്പിനെ നോക്കി 8 മണിക്കൂർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാൻ ഒരു അസൈൻമെന്റ് തന്നു. അങ്ങനെ 3 മാസം വേൾഡ് മാപ്പ് വെച്ച് പകല് 3:30 വരെ ജോലി ചെയ്തിട്ട് ബാക്കി സമയമാണ് ഈ 8 മണിക്കൂർ വേർതിരിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നത്. 8 മണിക്കൂർ 3 മാസം വേൾഡ് മാപ്പ് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ 3-ാമത്തെ മാസത്തിനകത്ത് ദൈവം പ്രസംഗിക്കാൻ മൈക്ക് കയ്യിലേൽപ്പിച്ചു. നിങ്ങളൊരു ശുശ്രൂഷക്കാരനാണെങ്കിൽ, നിങ്ങളൊരു ദൈവവേല ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളുടെ കരത്തിൽ ദൈവം നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ച് കയ്യിലേൽപ്പിക്കും. ഈ രാത്രികാലം പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, ഒരു കരച്ചിലോടെയാണോ നീ പ്രാർത്ഥിച്ചു തുടങ്ങിയത്? നീ സന്തോഷത്തോടെ സ്തുതിക്കാൻ തുടങ്ങുന്ന ദിവസങ്ങൾ അടുത്തു വരും. സിസ്റ്റർ ടിൻഡു ലിജു നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ആർപ്പിന്റെ ശബ്ദം പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകും. ഈ നാളുകളിൽ നിങ്ങളോട് ഹല്ലേലൂയ സ്തോത്രം കുടുംബത്തോട് പോരാടിക്കൊണ്ട് നിൽക്കുന്ന പ്രതികൂലങ്ങളെ ദൈവം നീക്കി നിങ്ങളുടെ ജീവിതത്തിന്റെ ആരംഭത്തിൽ കിടക്കുന്ന കണ്ണുനീരുകൾ ദൈവം തുടച്ച് ഹല്ലേലൂയ സ്തോത്രം ഒരു സമാധാനത്തിന്റെ ഹല്ലേലൂയ സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകും. ചില നാളുകളായിട്ട് ദൈവം പറയുന്നതാണ്, ഐ വിൽ ആൻസർ. കാവൽപുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കുന്ന യിരെമ്യാവിനോട് പറയുന്നു, വിളിച്ചപേക്ഷിക്കുമെങ്കിൽ ഈ കാരാഗ്രഹം ദൈവം ഓപ്പൺ ആക്കും. നിന്നെ അടയ്ക്കപ്പെട്ടെടുത്ത് നിന്ന് പുറത്ത് കൊണ്ടുവരും. ഇന്ന് രാത്രികാലം നിന്നെ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു കാരാഗ്രഹത്തിനകത്ത് നീ കിടക്കുന്നത് പോലെ തോന്നുന്നു എങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, വിളിച്ചപേക്ഷിക്കുക. ഹല്ലേലൂയ സ്തോത്രം. ആ കാരാഗ്രഹം തകരാൻ പോകും. ആ കാരാഗ്രഹം തകരുവാൻ പോകും. കാരാഗ്രഹം തകരുവാൻ പോകും. ഇന്ന് രാത്രികാലം ആരുടെയൊക്കെ ജീവിതത്തിനകത്ത് കാരാഗ്രഹത്തിന്റെ അവസ്ഥ കിടക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ്, സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഒരു ഗതിയും ഉണ്ടാകാത്ത ചില നിലവാരങ്ങൾ, സാമ്പത്തികമായിട്ട് ഒട്ടും മെച്ചപ്പെടാൻ പറ്റാതെ നിങ്ങളുടെ ജീവിതം ഒരു കാരാഗ്രഹത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന അനുഭവത്തിൽ നിന്ന് ഇന്ന് രാത്രികാലം കർത്താവ് പ്രാർത്ഥനയാൽ ദൈവം നിങ്ങളെ പുറത്തെടുക്കാൻ പോകും. നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ ആ കാരാഗ്രഹം പൊളിയാൻ പോകും. സീസൺ going to change in your life. ദൈവം
നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നവർക്കാണ് സീസൺ ചേഞ്ച് ആകുന്നത്. സീസൺ ദൈവം ചേഞ്ച് ആക്കും. പ്രാർത്ഥിക്കുന്നവരുടെ സീസൺ ദൈവം ചേഞ്ച് ആക്കും. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, നിന്റെ സീസൺ ചേഞ്ച് ആകുന്നു. പ്രാർത്ഥിക്കുന്ന സഹോദര, നിന്റെ സീസൺ ചേഞ്ച് ആകുന്നു. നിന്റെ കുഞ്ഞുങ്ങളുടെ സീസൺ ചേഞ്ച് ആകുന്നു. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നു, ഏലിയാവ് വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. പ്രാർത്ഥന നടക്കുമെങ്കിൽ ദൈവം മുൻമഴയും പിന്മഴയും അയക്കും. ഇന്ന് രാത്രികാലം നിങ്ങളുടെ ജീവിതത്തിൽ മുൻമഴയും പിന്മഴയും ദൈവം അയക്കും. വിശ്വസിക്കുക. ഹല്ലേലൂയ, മുൻമഴയും പിന്മഴയും അയക്കും. ഒരു വിളവെടുപ്പിന് വേണ്ടി ദൈവം നിങ്ങളുടെ കരങ്ങളെ ഒരുക്കും. പ്രാർത്ഥിക്കുന്നവന്റെ കരത്തിൽ നന്മ തരുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്ന സഹോദരി, നിന്റെ ജീവിതത്തിൽ ദൈവം നിന്റെ കരത്തിൽ നന്മ തരും. പ്രാർത്ഥിക്കുന്നവരുടെ കരം, ഹല്ലേലൂയ, സ്തോത്രം, ഒരിക്കലും ശത്രുവിന് ബന്ധിക്കുവാൻ പറ്റില്ല. നിങ്ങളുടെ കരങ്ങളെ ദൈവം ശക്തീകരിക്കും. രോഗം ബാധിച്ചിരിക്കുന്ന ശരീര അവയവങ്ങൾ ഇന്ന് രാത്രികാലം ശക്തീകരിക്കപ്പെടും. നിങ്ങളുടെ ഉറക്കത്തെ കെടുത്തുന്ന അവസ്ഥകളെ ദൈവം നീക്കി നിങ്ങൾക്ക് സ്വസ്ഥത തരും. സിസ്റ്റർ ജൂലി, നിങ്ങളുടെ ജീവിതത്തിനകത്ത് സ്വസ്ഥത ദൈവം തരും. യോബ് 14:15 യു വിൽ കാൾ ആൻഡ് ഐ വിൽ ആൻസർ. നീ എന്നെ വിളിക്കും, ഞാൻ നിനക്ക് ഉത്തരമരുളും. യു വിൽ ഡിസയർ ദ വർക്ക് ഓഫ് യുവർ ഹാൻഡ്സ്. നിന്റെ കരത്തില് ദൈവം, ഹല്ലേലൂയ, സ്തോത്രം, വിടുതലുകളെ പകരും. ഇന്ന് രാത്രികാലം ദൈവം നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം തരുവാൻ പോകുന്നു. നിങ്ങളുടെ, ഹല്ലേലൂയ, പ്രയാസത്തിന്റെ സമയത്ത് മൗനമായിട്ടിരിക്കരുത്. കാൾ upon me in the day of trouble, I will deliver you. സങ്കീർത്തന 50:15 ദൈവം നിങ്ങളെ മാനിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും കഷ്ടതയോ പ്രയാസത്തിന്റെ നടുവിലിരുന്ന് നിങ്ങൾ ദൈവത്തെ നിലവിളിക്കുമെങ്കിൽ ദൈവം നിങ്ങളെ മാനിക്കുവാൻ പോകുന്നു. നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടത്തിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന് ദൈവം നിങ്ങളെ പുറത്തെടുത്ത് മാനിക്കാൻ പോകുന്നു. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ കരം പ്രാർത്ഥിക്കുന്നവന് കുറുകിപ്പോയിട്ടില്ല. പ്രാർത്ഥിക്കുന്ന ഗ്രേഷ്യ, കുറുകിപ്പോയിട്ടില്ല ദൈവത്തിന്റെ കരം. ജേക്കബ് ചാക്കോ, പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. കർത്താവ് നിങ്ങളെ മാനിക്കുവാൻ പോകുന്നു. പാസ്റ്റർ ഷിബു ജോൺ, ദൈവം നിങ്ങളെ മാനിക്കുവാൻ പോകുന്നു. ഇന്ന് രാത്രികാലം കർത്താവ്, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ കണ്ണുനീരിനെ തുടയ്ക്കും. ഈ പ്ലാറ്റ്ഫോം എവർലാസ്റ്റിംഗ് കിങ്ഡം, ഇത് ഈ പ്ലാറ്റ്ഫോം, അത് ഈ പ്രാർത്ഥനകൾ നിന്നു പോകത്തില്ല. ഈ പ്ലാറ്റ്ഫോം അനേകർക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുന്ന പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോമിലൂടെ ദൈവത്തിന്റെ കരം അസാധാരണമായ നിലവാരത്തിൽ നിങ്ങൾ കാണുവാൻ പോകുന്നു. യെശയ്യാവ് 65:24 പറയുന്നു, അവർ വിളിക്കുന്നതിന് മുമ്പേ ഉത്തരമരുളുന്ന ദൈവം. പ്രാർത്ഥിക്കുന്നവൻ മനസ്സിൽ ഭാരപ്പെടുമ്പോൾ തന്നെ ദൈവം ഉത്തരമയക്കും. പ്രാർത്ഥിക്കുന്നവരോട് ദൈവത്തിനൊരു സ്നേഹമുണ്ട്. ദൈവത്തിന് നിങ്ങളോടൊരു സ്നേഹമുണ്ട്. സിസ്റ്റർ രോദ ജോൺ, ദൈവത്തിന് നിങ്ങളോട് ഒരു സ്നേഹമുണ്ട്. ജേക്കബ് ചാക്കോ ബ്രദർ, ദൈവത്തിന് നിങ്ങളോടൊരു സ്നേഹമുണ്ട്. ദൈവം നിങ്ങൾ കരുതിക്കൊള്ളണമെന്ന് ചിന്തിക്കുന്ന വിഷയത്തിൽ കരുതിക്കൊള്ളും. ദൈവം കരുതിക്കൊള്ളും. ഇന്ന് രാത്രികാലം നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ പ്ലാറ്റ്ഫോം നിങ്ങൾ ഒരിക്കലും ബ്രേക്ക് ചെയ്യരുത്. ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ, ഹല്ലേലൂയ, സ്തോത്രം, ഒരുമിച്ച് നിൽക്കുമെങ്കിൽ വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യും. അടഞ്ഞ വാതിലിനെ ഓർത്തല്ല, തുറക്കാൻ പോകുന്ന വലിയ വാതിലുകളെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കുവേൻ. ദൈവം നിങ്ങൾക്ക് വലിയവനായിരിക്കും. പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം വലിയവനായിരിക്കും. ഏലിയാവിന് ദൈവം വലിയവനായിരുന്നു. ഏലിയാവിന്റെ ശുശ്രൂഷയിൽ ദൈവം വലിയവനായിരുന്നു. വലിയ മഹത്വങ്ങൾ അവിടെ വെളിപ്പെട്ടു.
ഇന്ന് രാത്രികാലവും ഏലിയാവിനെ പോലെ ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാരെ നിങ്ങളെ ദൈവം മാനിക്കും. ഇന്ന് രാത്രികാലം ദൈവത്തോട് നിങ്ങൾ വിളിച്ചപേക്ഷിക്കുക. ദൈവം നിങ്ങൾക്ക് ആലോചന, പ്രാർത്ഥിക്കുന്നവർക്ക് ബുദ്ധി വികസിക്കാൻ പോകും. വിദ്യാഭ്യാസമോ വേറെ ഒന്നും തന്നെ നിങ്ങൾക്ക് കാണത്തില്ല. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം അസാധാരണമായ ജ്ഞാനം നിങ്ങൾക്ക് വരുത്തും. നിങ്ങളുടെ ഭവനത്തെ എങ്ങനെ റൺ ചെയ്യണമെന്നുള്ള ജ്ഞാനം ദൈവം തരും. നിങ്ങളുടെ ഭർത്താവ് ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ഒരുമിച്ച് നിന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷെ ദൈവം നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. ദൈവം നിങ്ങളുടെ കൂടെ നിന്ന് ചില കാര്യങ്ങൾ അറിയിച്ച് ദൈവം പ്രാർത്ഥിക്കുന്നവർക്ക് ആലോചനകൾ കൈമാറും. ഇന്ന് രാത്രികാലം നിങ്ങൾ പാർക്കുന്ന ഭവനത്തിനകത്ത് ദൈവം ഇറങ്ങി വരും. പ്രാർത്ഥിക്കുന്ന സഹോദര സഹോദരി, നിന്റെ അറയിൽ ദൈവം ഇറങ്ങും. നീ കരയുന്ന ഓരോ കരച്ചിലിനും ദൈവം മറുപടി തന്ന് മാനിക്കുന്ന ദിവസങ്ങൾ വളരെ വിദൂരം അല്ല. അപേക്ഷിക്കുന്നവന് ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ട്. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവന് ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ട്. അവൻ കരുണ കാണിക്കും, മനസ്സലിയും. ഇന്ന് രാത്രികാലം നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ ഒരു ശുഭകാലം ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കും. ഒരു ശുഭകാലം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കും. പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ചെന്നൈയില് ഒരു ITയിലെ ഒരു ഉദ്യോഗസ്ഥനായിരിക്കുന്ന രജനീഷ് ബ്രദറിന് പെട്ടെന്ന് ക്രിയാറ്റിന്റെ അളവ് കൂടുവാനിടയായി. വളരെ ഭാരപ്പെട്ടു. വളരെ സന്തോഷത്തോടെ IT ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആ കുടുംബം പെട്ടെന്ന് ഈ വാർത്ത കേട്ടപ്പോൾ ഭർത്താവ് പെട്ടെന്ന് ഒരു കിഡ്നി പേഷ്യൻ്റായി തീരുമോ എന്ന് ഭയപ്പെട്ടു. എന്നാൽ ഞങ്ങൾ ചില നാളുകൾക്ക് മുമ്പേ ആ ബ്രദറിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഞങ്ങൾക്ക് ഈ പ്രയാസം പെട്ടെന്ന് വന്നപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന വളരെ ശക്തമാക്കാൻ തുടങ്ങി. 2 മാസം കൊണ്ട് ആ ബ്രദറിൻ്റെ ക്രിയാറ്റിൻ്റെ ലെവല് നോർമലാക്കുകയും പെട്ടെന്ന് ഒരു പുതിയ ജോലിയിൽ കയറാൻ ഒരു പുതിയ കമ്പനി ദൈവം ഓപ്പൺ ആക്കി. പ്രാർത്ഥിക്കുമെങ്കിൽ തിന്മയ്ക്കായിട്ടല്ല, നന്മയ്ക്കായിട്ട് ചില അടയാളങ്ങൾ ദൈവം ചെയ്യും. നിന്നിലിരിക്കുന്ന രോഗം മാറി ചില നന്മകളോടെ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും. പ്രാർത്ഥിക്കുന്ന സഹോദര, ദൈവം നിനക്ക് നന്മ ചെയ്യും. തിന്മയല്ല, നന്മ തന്നെ. പ്രാർത്ഥിക്കുന്നവനെ ഒരു ദേശത്തിനും കരയിപ്പിക്കാൻ പറ്റില്ല. കളിയാക്കുന്നവരുടെ നടുവിൽ പ്രാർത്ഥിക്കുന്നവൻ ജയിക്കുക തന്നെ ചെയ്യും. കളിയാക്കുന്ന ആൾക്കാരുടെ നടുവിൽ പ്രാർത്ഥിക്കുന്നവന്റെ തല ഉയർന്നു വരും. ചിലപ്പോൾ അല്പസമയത്തേക്ക് കുനിഞ്ഞിരുന്ന് പ്രാർത്ഥിച്ചോളണം, കുനിഞ്ഞിരുന്ന് കരഞ്ഞോളണം. ചില ദിവസങ്ങൾക്കകം നിന്റെ തല നിവരുവാൻ ഇടയാകും. ആ ശബത്ത്, ഹല്ലേലൂയ സ്തോത്രം, ആ സഹോദരി ശബത്തിൽ ആലയത്തിനകത്ത് കുനിഞ്ഞിരുന്നു. പൈശാചിക പോരാട്ടത്താൽ കുനിഞ്ഞിരുന്നു. പക്ഷെ അവൾ വിശ്വസ്തയോടെ ആരാധിച്ചു കൊണ്ടിരുന്നു, വിശ്വസ്തയോടെ കരഞ്ഞുകൊണ്ടിരുന്നു. ദൈവം, ഹല്ലേലൂയ സ്തോത്രം, അവളെ പരസ്യമായിട്ട് അവളുടെ കൂനിനെ നിവർത്തി. ഇന്ന് രാത്രികാലം കുനിഞ്ഞിരുന്ന് കരയുന്ന ചില സഹോദരിമാരെ ഇതിനകത്ത് കാണിക്കുന്നു. നിന്റെ കുടുംബം നിവരുവാൻ പോകുന്നു. 26 തന്നെ ദൈവം നിന്റെ കുടുംബത്തെ നിവരുമാറാക്കും. പ്രാർത്ഥന നിർത്തിക്കളയരുത്. കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നിർത്തിക്കളയരുത്. ദൈവം നിങ്ങളോട് മനസ്സലിയും. ദൈവം നിങ്ങളോട് മനസ്സലിയും. ദൈവം നിങ്ങളോട് കരുണ കാണിക്കും. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ വിചാരിക്കുന്ന ഒരു ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഇത് നന്മയ്ക്കായിട്ടത്രേ, തിന്മയ്ക്കായിട്ടല്ല. ഹല്ലേലൂയ സ്തോത്രം. നന്മയ്ക്കായിട്ട് അത്രേ, തിന്മയ്ക്കായിട്ടല്ല. പ്രാർത്ഥനയിൽ തിന്മകൾ പോലും മാറും. ദോഷങ്ങൾ മാറിപ്പോകും. നിന്റെ ഭവനത്തിന്റെ ദോഷങ്ങൾ മാറിപ്പോകും.
നിന്റെ ജീവിതത്തിൽ കിടക്കുന്ന ദോഷങ്ങൾ മാറിപ്പോകും. ഹല്ലേലൂയ, സ്തോത്രം. ദോഷം തട്ടാതെ വണ്ണം പ്രാർത്ഥന നിങ്ങളുടെ ഭവനത്തിനകത്ത് ഉയർന്നുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ഭവനത്തിന് നേരെ വരുന്ന ആഭിചാരങ്ങൾ, മന്ത്രവാദങ്ങൾ, ക്ഷുദ്രപ്രയോഗങ്ങൾ, ജിന്നിന്റെ ശക്തികളൊന്നും നിങ്ങളുടെ ഭവനത്തിൽ ഫലിക്കത്തില്ല. പ്രാർത്ഥന പൈശാചിക മണ്ഡലങ്ങളെ ക്യാൻസൽ ചെയ്യും. ഇന്ന് രാത്രികാലം പ്രാർത്ഥന പൈശാചിക മണ്ഡലങ്ങളെ ക്യാൻസൽ ചെയ്യും. നിങ്ങളുടെ കുടുംബത്തിനകത്ത് പൈശാചികൻ ഹല്ലേലൂയ സ്തോത്രം കൊണ്ടുവരുന്ന സകല പോരാട്ടങ്ങളെയും പ്രാർത്ഥന ക്യാൻസൽ ചെയ്യും. പ്രാർത്ഥന ഹല്ലേലൂയ ശത്രുവിന്റെ മണ്ഡലങ്ങളെ ഫ്രീസാക്കി കളയും. ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, ഹല്ലേലൂയ വാഴ്ചകളോടും അധികാരങ്ങളോടും ഫൈറ്റ് ചെയ്യുവാൻ ആത്മാവ് നിങ്ങളെ ശക്തീകരിക്കും. ഏലിയാവിനെ പോലെ പ്രാർത്ഥിച്ച് ഹല്ലേലൂയ സ്തോത്രം ഒരു അനുകൂലമായ ഒരു സീസൺ ഓപ്പൺ ആയതുപോലെ ഇന്ന് രാത്രികാലം ഈ സൂം പ്രയറിലിരിക്കുന്ന സകലരുടെയും സീസൺ ചേഞ്ച് ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മുമ്പിൽ ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറക്കട്ടെ. നിങ്ങൾക്ക് ആവശ്യമായ മുൻമഴയും പിന്മഴയും ദൈവം അയച്ച് ഇന്ന് രാത്രികാലം നിങ്ങളുടെ സീസൺ ചേഞ്ച് ആകട്ടെ. അത് രോഗസൗഖ്യമായി, അത് ഹല്ലേലൂയ കുടുംബ സമാധാനമായി, അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ചില വിഷയങ്ങളുടെ വിടുതലായി ഇന്ന് രാത്രികാലം അവിടെ നിന്ന് മാറ്റുന്നത് കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് രാത്രികാലം അത്ഭുതങ്ങളെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. ഇരമ്യാവ് 33:3 മറക്കരുത്. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായി അഗോചരവുമായുള്ള കാര്യം പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളും അറിയത്തില്ല. പ്രാർത്ഥിക്കുന്നവന് പല കാര്യങ്ങളും അറിയത്തില്ല. എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്ത് തീർക്കണം, എങ്ങനെ ഫിനിഷ് ചെയ്യണമെന്ന് പോലും അറിയാത്ത പല വിഷയങ്ങളും കടന്നു വരും. പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതുപോലും ദൈവം നിന്നെക്കൊണ്ട് ജയമാക്കി തീർക്കാം. അതുപോലും നിന്നെക്കൊണ്ട് ദൈവം ജയമാക്കി തീർക്കാം. ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെ ഉണ്ട്. സിസ്റ്റർ ഷീജ സിബി, ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ കൂടെ ഉണ്ട്. പ്രാർത്ഥിക്കുന്ന ദൈവപതിലെ, ദൈവത്തിൻ്റെ കരം നിന്റെ കൂടെ ഉണ്ട്. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ കരം നിങ്ങൾക്കായിട്ട് അത്ഭുതങ്ങളെ ചെയ്യും. വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം. നീ അറിയാത്ത മഹത്തായും അഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. പ്രാർത്ഥിക്കുന്ന നിന്നോട് ദൈവത്തിനൊരു വിശ്വസ്തതയുണ്ട്. ദൈവം നിന്നോടത് അറിയിക്കും. ദൈവം നിന്നോട് അറിയിക്കും. മഹത്തരവും അഗോചരവുമായ കാര്യങ്ങളെ അറിയിക്കും. അടുത്ത് ഹല്ലേലൂയ സ്തോത്രം ചിലത് നീ പലരും അറിയാതെ പഠിക്കാനിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ചില രാജ്യങ്ങളിലേക്ക് കടക്കുവാൻ ഹല്ലേലൂയ സ്തോത്രം ചില സീക്രട്ട് നോളജുകൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചില ഹല്ലേലൂയ സ്തോത്രം സീക്രട്ട് നോളജുകൾ ദൈവം നിങ്ങളുടെ സ്പിരിറ്റിൽ ഇമ്പാർട്ട് ചെയ്യാൻ പോകുന്നു. പ്രാർത്ഥിക്കുന്നവൻ ഹല്ലേലൂയ സ്തോത്രം പല എക്സാമുകളും അസാധാരണമായ ജ്ഞാനത്തോടും കൃപയോടും ജയിച്ച് പല രാജ്യങ്ങളിലും കയറി നന്മകൾ പ്രാപിച്ചെടുക്കുന്ന ഒരു സീസൺ ഹല്ലേലൂയ നിങ്ങൾക്കായിട്ട് ദൈവം ഇതിലൂടെ ഓപ്പൺ ചെയ്യും. നിങ്ങൾ വിശാലമാക്കപ്പെടും. ഒരു വിശാല സ്ഥലത്ത് ദൈവം കൊണ്ടുവരും. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, നിന്നെ വിശാല സ്ഥലത്താക്കും. നിങ്ങളുടെ ഭവനത്തിന്റെ ഞെരുക്കം മാറും. ഇന്നുള്ള കഷ്ടപ്പാട് മാറും. ഇന്നുള്ള വേദന മാറും. ഇന്നുള്ള യേശു കർത്താവ് 2024 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശില് നിന്റെ രോഗങ്ങളെ, ശാപങ്ങളെ, വേദനകളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി ഹല്ലേലൂയ സ്തോത്രം മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ആ കർത്താവിനോട് വിളിച്ചപേക്ഷിക്കുമെങ്കിൽ നിന്റെ കഷ്ടപ്പാടുകളെ ദൈവം മാറ്റി നിന്നെ വിശാല സ്ഥലത്ത് കൊണ്ടുവരുന്ന ദിവസം വളരെ വിദൂരമല്ല. പ്രാർത്ഥിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവ് വളരെ സഹായമായി കൂടെ ഉണ്ടാകും. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നിൽക്കാം. ഭാഷ അറിഞ്ഞുകൂടാത്ത സ്റ്റേറ്റിൽ ഒഡീഷയിൽ
ശുശ്രൂഷകളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലാണ് നടക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ സഹായം. നമുക്കറിഞ്ഞുകൂടാത്ത ഭാഷക്കാരുടെ നടുവിൽ, നമുക്കറിഞ്ഞുകൂടാത്ത ദേശക്കാരുടെ നടുവിൽ, നമുക്കറിഞ്ഞുകൂടാത്ത ആൾക്കാരുടെ നടുവിൽ എങ്ങനെ പെർഫോം ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ ദൈവ പൈതലെ, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിൽക്കും. പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിൽക്കും. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന് പരിശുദ്ധാത്മാവ് തുണ നിൽക്കും. ഇന്ന് രാത്രികാലം ആരുടെയൊക്കെയോ സ്പിരിറ്റിൽ ഒരു ആത്മതുള്ളി നനയുന്ന ഒരു പകർച്ച ഞാൻ ഫീൽ ചെയ്യുന്നു. ആരുടെയൊക്കെയോ ആത്മാവില് സ്തോത്രം, ഒരു സ്വർഗത്തിലെ നദിയിൽ നിന്നുള്ള ആത്മതുള്ളിയുടെ ഒരു നനവ് ഞാൻ ഫീൽ ചെയ്യുന്നു. നിങ്ങളെ ഒരു ജാഗ്രത കൊമ്പ് പോലെ യിരെമ്യാവിനോട് പറഞ്ഞു, നീ എന്ത് കാണുന്നു? പ്രാർത്ഥിക്കുന്നവന് സ്തോത്രം ഒരു ജാഗ്രത കൊമ്പിനെ കാണുവാൻ കഴിഞ്ഞു. പ്രാർത്ഥിക്കുന്ന യിരെമ്യാവ് 1-ാം അധ്യായത്തിൽ നീ എന്ത് കാണുന്നു? സ്തോത്രം. ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുന്നവന് ചില കാഴ്ചകളുണ്ട്. പ്രാർത്ഥിക്കുന്നവന് ചില കാഴ്ച ശബ്ദങ്ങൾ ഉണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നു, വിളിച്ചപേക്ഷിക്കാം, മഹത്തരവും അഗോചരവുമായ കാര്യങ്ങളെ ഞാൻ അറിയിക്കും. ഇന്ന് രാത്രികാലം പ്രാർത്ഥന നിർത്തിക്കളയരുത്. രോഗസൗഖ്യങ്ങൾ നടക്കും. ഞാൻ പ്രാർത്ഥിക്കാൻ പോകും. കണ്ണുകളടയ്ക്കാം. ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഇടപെടേണ്ടതിനായി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ രാത്രിയുടെ യാമത്തിൽ കരയുന്ന വിഷയത്തിൽ മറുപടി തരും. അർദ്ധരാത്രിക്കോടടുക്കുന്ന ഈ സമയം ഉടമനാ ഹസ്തര ദേപര അന്ധരദീപര പൗഡ ശൈതല കത്തുന്ന വിളക്കുകളായി പ്രാർത്ഥിക്കും. ഓരോ കുടുംബങ്ങളിലും വലിയ വെളിച്ചം വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ വെളിച്ചം വ്യാപരിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന ഭവനങ്ങളിലെ അന്ധകാരം മാറട്ടെ. പ്രാർത്ഥിക്കുന്നവരുടെ ജോബ് സൈറ്റിലിരിക്കുന്ന പോരാട്ടങ്ങൾ മാറുന്നു. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ജോബ് സൈറ്റിലെ പോരാട്ടങ്ങൾ ഇന്ന് രാത്രികാലം ദൈവം നീക്കുന്നു. ഉടമന ഹസ്തര ദീപര പൗഡെ ഹസ്തരാന്തര പ്രവർത്തിക്കാൻ പറ്റാത്തതുപോലെ സ്ട്രക്കായിരിക്കുന്ന ചില ജീവിതങ്ങൾക്ക് ചില ആരംഭങ്ങൾ, ചില തുടക്കങ്ങൾ ഇന്ന് രാത്രികാലം കർത്താവെ അവിടുന്ന് പ്രാർത്ഥനയിലൂടെ അയക്കുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ രാത്രിയുടെ യാമത്തില് എല്ലാ രോഗങ്ങളും സൗഖ്യമാകട്ടെ, വ്യാധികൾ സൗഖ്യമാകട്ടെ, ട്യൂമറുകൾ ഹീലാകട്ടെ, സ്റ്റൊമക് സംബന്ധമായ ഇഷ്യൂസ് എല്ലാം ഹീലാകട്ടെ, ഡയബറ്റിക് ഹീലാകട്ടപ്പ, BP ഹീലാകട്ടെ, എല്ലാ രോഗങ്ങളും ആർത്രൈറ്റിസ് പോലെയുള്ള രോഗങ്ങൾ ഹീലാകട്ടെ, എല്ലാ ക്യാൻസറിനെയും ഞാൻ ശാസിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം അത്ഭുത സൗഖ്യത്തെ പകരുകയാൽ സ്തോത്രം. തലമുറകളുടെ വിവാഹത്തിൻ്റെ കെട്ടുകൾ ദൈവമേ തടസ്സമായിരിക്കുന്ന, വിവാഹം നടക്കാതിരിക്കുന്ന അവസ്ഥകൾക്ക് ഇന്ന് രാത്രികാലം മാറ്റം കൊടുക്കുകയാൽ സ്തോത്രം. വിടുവിക്കുന്നതിനായി സ്തോത്രം. തക്ക പങ്കാളികളെ കൊടുക്കും. യേശുവിൻ നാമത്തിൽ മൈഗ്രേഷനായിട്ടൊക്കെ കരയുന്ന കർത്താവെ സ്തോത്രം. കുടുംബങ്ങളെ മൈഗ്രേറ്റ് ചെയ്യിപ്പിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥിക്കുന്നവർക്ക് യേശുവിൻ നാമത്തിൽ നന്മ കൊടുക്കുകയാൽ സ്തോത്രം. പ്രാർത്ഥിക്കുന്നവരുടെ കരച്ചിലിനെ ദൈവം മാറ്റി ദൈവമേ സ്വസ്ഥത പകരുകയാൽ സ്തോത്രം. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവെ യിരെമ്യാവിനോട് പറഞ്ഞതുപോലെ ഇനിയുള്ള സീസണുകൾ ചേഞ്ച് ആകാൻ കർത്താവിനോട് ദൈവമേ വിളിച്ചപേക്ഷിക്കുന്നവരാക്കി എല്ലാ പ്രിയപ്പെട്ടവരെയും വിശുദ്ധീകരിക്കണം. ഒരിക്കൽ കൂടെ അവിടുത്തെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണം. യേശുവെ വിശുദ്ധീകരിക്കണം. അപ്പൻ്റെ കൃപ കൂടെയിരിക്കും. മാനിക്കും നല്ല പിതാവേ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ഇതുവരെ ക്ഷമയോടെ ദൈവവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് സമയം അനുവദിച്ച പ്രിയ ബ്രദറിനോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ഗുഡ് നൈറ്റ്. സോദരം ഹല്ലേലൂയ. ദൈവനം പ്രസാദിച്ച ദേവദാസനോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. പ്രത്യേക അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം ഞങ്ങളുടെ ഇടയിൽ